നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് രാഹുൽ. നമ്മുടെ ചാനലിൻ്റെ പേര് ഫ്രാപ്പർ അക്വാ മലയാളം. ഈ വീഡിയോയിൽ നമ്മൾ കവർ പേജ് കണ്ട പോലെ ഈ സൺസൺ 5BF 500ൻ്റെ അൺബോക്സിങ് ഇൻസ്റ്റലേഷൻ ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഫിൽറ്റർ ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാർക്ക് ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു ഫിൽറ്റർ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിഷ് ടാങ്കിൻ്റെ ഗ്ലാസ് തിക്നെസ് ഒരു 8 mm മുകളിലുണ്ടെങ്കിൽ നല്ലതാണ്. എന്താ വെച്ചാൽ ഇത് കുറച്ച് ഹെവി ഫിൽറ്ററാണ്, ഇതിനകത്ത് കുറേ വെള്ളം പിടിക്കും. അതുകൊണ്ട് നമ്മൾ മെലിഞ്ഞ ഗ്ലാസ്സുള്ള ഫിഷ് ടാങ്ക്സ് വന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ ഈ ലോഡ് വരുമ്പോൾ അത് ചിലപ്പോൾ പ്രശ്നമാവും. അതുകൊണ്ട് ഒരു 8 mm മുകളിലുള്ള ഫിഷ് ടാങ്ക്സ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിന് ഓവറോൾ നമ്മൾ കണ്ടാൽ 500 liters/hour ഔട്ട്പുട്ട് ഉണ്ട്. 6 wattage ആണ് ഇതിൻ്റെ പവർ കൺസംഷൻ ഒക്കെ ഉള്ളത്. പിന്നെ ഇതിനകത്ത് ഒരു സ്കിമ്മർ വരുന്നുണ്ട്, സ്പീഡ് കൺട്രോൾ ഉണ്ട്. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം പറഞ്ഞാൽ ഇതിൽ സൈഡിൽ നമ്മൾ ഇൻടേക്കിൻ്റെ സൈഡിലൊരു SS-ൻ്റെ മെഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഷിൻ്റെ വേസ്റ്റ് എല്ലാം വന്നിട്ട് നല്ലോണം ഈസി ആയിട്ട് അത് കളക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കാനിസ്റ്ററിൻ്റെ അകത്തോട്ട് ഈ വേസ്റ്റ് ഒന്നും കയറത്തില്ല. അപ്പോൾ അതിലൊരു നല്ല ഫീച്ചേഴ്സാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അൺബോക്സിങ് ഇൻസ്റ്റലേഷൻ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വരും നമുക്ക് വീഡിയോനുള്ളിൽ കയറാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക, ഒരു ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ പുതിയ ചാനലാണ്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലിങ്ക് വേണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണ്ടെങ്കിലും ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ഹിന്ദി വേറെ 4 ലാംഗ്വേജസും നമ്മൾ വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. സോ ആ ചാനൽ ലിങ്ക്സും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേറെ ഒരു വീഡിയോ വരുന്നവർക്കും ബൈ.